സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു ചാൻസ് ചോദിച്ചിട്ട്. സാറ്റർഡേ സൺഡേ മിക്കവാറും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്, ലൂയിസ് സാറിനെ ഇടയ്ക്ക് പോയി കാണുമായിരുന്നു. നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ കണ്ടിട്ടിറങ്ങി വന്നവർക്കെല്ലാം ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള വില്ലനായിരുന്നു ജോർജ് സാറ്. അദ്ദേഹം ആരാണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലൊക്കെ ചിലവരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലയിടത്തൊക്കെ പ്രകാശ് വർമ്മ ഇദ്ദേഹത്തെ NF വർഗീസ് ആയിട്ട് പോലും കമ്പയർ ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ പല പരസ്യങ്ങളുടെയും സംവിധായകനാണ് ഇദ്ദേഹം. വോഡാഫോണിന്റെ മറ്റേ പഗ്ഗിന്റെ ഒക്കെ പരസ്യം, അതേപോലെ സുസു എന്ന വോഡാഫോണിന്റെ പരസ്യം, അത് മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഡയറി മിൽക്കിൽ ഒരു പെൺകുട്ടിക്ക് കുട പിടിച്ച് നിഴല് കൊടുക്കുന്ന ഒരു പരസ്യം, അത് മാത്രമല്ല ദുബായിൽ ഷാറുഖ് ഖാനെ വെച്ചിട്ടുള്ള ഒരു ടൂറിസം പരസ്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ടൂറിസം പരസ്യം, അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങളുടെ സംവിധായകനും കൂടെയാണ് ഈ പ്രകാശ് വർമ്മ എന്നുള്ളത്. തുടരും സിനിമയിൽ ജോർജ് സാർ എന്നുള്ള ആ വില്ലൻ ക്യാരക്ടറിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സ്വാഗ് ഒക്കെ എന്ന് വെച്ചാൽ അത് വേറെ ലെവലാണ്. ചില സമയത്ത് അല്ലെങ്കിൽ ഈ സിനിമ തുടങ്ങിയത് മുതൽ എന്റെ മനസ്സിൽ പോലും തോന്നിപ്പോയി, സാർ നിങ്ങൾ നല്ലവരാ കെട്ടവരാ.